വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അബ്ദുൾ സലാം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മമ്മൂട്ടി സലാം എന്നും വിളിക്കും. അങ്ങനെ ഒരു ഒറ്റവാക്കി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. മിക്ക സ്വാഗതം. മമ്മൂട്ടി സലാം എന്നാണ് കൊച്ചിക്കാരൊക്കെ വിളിക്കുന്നത് അല്ലേ? ശരിക്കും ആരാണ്? നമ്മളിപ്പോൾ ബിസിനസ്സുകാരനായിട്ട് കണ്ടിട്ടുണ്ട്, സിനിമാ മേഖലയിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒക്കെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും അറിയാത്ത പ്രേക്ഷകർക്ക്. എൻ്റെ പേര് അബ്ദുസ്സലാം എന്നാണ്. സ്കൂൾ പഠനകാലത്ത് മുതലേ സിനിമാ മോഹിയാണ്, സിനിമ പ്രേമിയാണ്. അന്ന് നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കാന എൻ്റെ കണ്ടു വളർന്നതാണ്. വന്ന് രക്തത്തിലായി അലിയെന്ന് തുടങ്ങിയത് ആവനാഴി എന്ന സിനിമയിൽ കൂടിയാണ്. ആവനാഴി അന്ന് സ്കൂളിൽ പഠിക്കുന്നു. അന്ന് സ്കൂളിൽ പഠിക്കുന്നു. ആവനാഴി എന്ന സിനിമയിൽ കൂടി മമ്മൂക്കാന ശരിക്കും അങ്ങോട്ട് നമ്മളെ ഇതിലേക്ക് ആവാഹിച്ചു പോകുന്നു. ശരി, പിന്നെ മമ്മൂക്ക പിന്നെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതായത് പാവനാഴി മുതൽ മമ്മൂക്കയുടെ സിനിമകളൊക്കെ വിടാതെ കണ്ടു തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സിനിമകളും അത്യാവശ്യം. പിന്നെ മഹായാനം, നാൽക്കവല, പിന്നെ നമുക്ക് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു മുഖമാണ് മമ്മൂക്ക. ഇപ്പം ഏത് സിനിമ എടുത്തു നോക്കിയാലും, ഇപ്പം അവസാനം വന്ന ബ്രഹ്മയുഗം എടുത്തു നോക്കിയാലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ. പിന്നെ കുടുംബപരമായിട്ടും നോക്കുകയാണെങ്കിൽ മമ്മൂക്കാൻ്റെ എല്ലാ ഫിലിമും എനിക്കറിയാം. മമ്മൂക്കാൻ ഇബ്രാഹിംകുട്ടി സാറ് എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. ദുൽഖർ എൻ്റെ അടുത്ത ഒരാളാണ്. വളരെ നല്ല ബന്ധമുണ്ട് ദുൽഖറായിട്ട്. എല്ലാവരും നല്ല ആ മമ്മൂക്കാൻ്റെ ടീം വർക്ക് ഉണ്ടല്ലോ, ടീം വർക്കായിട്ട് നല്ല ബന്ധമാണ്. ആ ബന്ധം ഇപ്പോഴും തുറന്നു പോകുന്നു എന്നതാണ് സത്യം. അപ്പൊ ഈ മമ്മൂക്കയോടുള്ള ആരാധന ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നീട് ഈ മമ്മൂട്ടി സലാം എന്നുള്ള ഒരു പേര് വന്നതും പിന്നീട് മമ്മൂക്കയായിട്ടുള്ള ഒരു അടുപ്പം തുടങ്ങുന്നതൊക്കെ എങ്ങനെയാണ്? ആ ഒരു യാത്ര എങ്ങനെയാണ്? മമ്മൂട്ടി സലാം എന്ന പേര് വന്നത് നാട്ടിൽ നിന്നാണ്. പാനൂര് എന്ന സ്ഥലത്തു നിന്നാണ് പേര് വന്നത്. അത് ഞാൻ മമ്മൂക്ക കൂളിംഗ് ഗ്ലാസ് പ്രിന്റഡ് ഷർട്ടിൻ്റെ ആളാണല്ലോ പൊതുവെ. അപ്പോൾ അന്ന് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കാറുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അന്ന് പോലെ എന്തുകൊണ്ടാണ് എനിക്ക് മമ്മൂക്കാൻ്റെ ഫിഗറോ ഇലയിലോ ഒന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്ന അതും അറിയില്ല. പക്ഷേ മമ്മൂട്ടി സലാം എന്ന് വിളി തുടങ്ങി, നാട്ടിൽ നിന്ന് വിളി തുടങ്ങി. അത് കൊച്ചിയിൽ വരെ വന്നെത്തി എന്നാണ്. കൊച്ചിയിൽ എവിടെ പോയാലും ആ ഒരു പേര് കണക്റ്റിംഗ് ഉണ്ട്. മമ്മൂട്ടി സലാം എന്നുള്ള പേര് കണക്റ്റിംഗ് ഉണ്ട്. അതിപ്പോഴും തുറന്നു പോകുന്നു. ഞാൻ ആൻഡോ ജോസഫോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ അറിയപ്പെടുന്ന നാട്ടിലും കൊച്ചിയിലൊക്കെ അറിയപ്പെടുന്നത് മമ്മൂട്ടി സലാം എന്നാണ്. അപ്പൊ ബിസിനസ് എന്നാണ് തുടങ്ങുന്നത് അല്ലേ? ആ, ബിസിനസ്. ഞാനിവിടെ കൊച്ചിയിലൊരു ബാഗ് കമ്പനി വന്നത്. അവിടുന്ന് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ ബാഗ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രോണിക് ബാച്ചിന് ഷൂട്ട് അയ്യപ്പൻകോവിൽ നടക്കുന്നത്, സെമിത്തേരി അവിടെ നടക്കുന്നത്. ഇപ്പം മൂക്കാട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളവിടെ പോയി കാണാൻ ശ്രമിച്ചു. അതിന് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് മമ്മൂക്കാനെ കാണുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ആവനാഴി 86 ഇറങ്ങി ക്രോണിക് ബാച്ചിലർ 2002-2003 വരെ കണ്ടിട്ടില്ല. മമ്മൂക്കനെ കണ്ടിട്ടില്ല. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. സിദ്ദിഖ് സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. സിദ്ദിഖ് സാറ് നമ്മളെടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അത് അവിടെ പോയപ്പോൾ മമ്മൂക്ക വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ല. അന്ന് ജോർജ് മാത്രമേ ഉള്ളൂ. ആ ഷൂട്ട് ഒരു റെസ്റ്റിൻ്റെ സമയമായിരുന്നു. മമ്മൂക്കൊരു കള്ളിമുണ്ട്, നീല കള്ളിമുണ്ട്, ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ആപ്പിള് പോലെ രജനിയാന്ന് പറയുമ്പോൾ ആപ്പിൾ ഇരിക്കായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് സാറേ ഒരു ഫോട്ടോ എടുക്കണം, ഡ്രസ്സെല്ലാം ചേഞ്ച് ആയിട്ട് അതിൻ്റെ വരയ്ക്കാന്ന് പറഞ്ഞു. ക്യാമറ ഉണ്ടെന്ന് ചോദിച്ചാൽ ക്യാമറ ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഡ്രസ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. പിന്നെ ഞാൻ പോയി അവിടെ നിന്ന്, കാരണം നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ മമ്മൂക്ക ആ സമയത്ത് എന്നെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ടാണ്. എന്തായാലും ഞാൻ പറഞ്ഞ നമ്മുടെ സുഹൃത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് മമ്മൂക്കനെ കാണാൻ തന്നെ മാത്രം പോയതാണ് അവിടെ. അവൻ്റെ രംഭ ഭാവനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്നു.